ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് ശ്രദ്ധിക്കുക എല്ലാവരും. യമുന നദിയുടെ തീരത്ത് ഖാണ്ഡവം എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ? വനത്തിലൊരു മരത്തിൽ മന്ദബാലൻ എന്നൊരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും കൂട് കെട്ടി പാർത്തിരുന്നു, താമസിച്ചിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളക്കാത്ത 4 കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ ഫസ്റ്റ് പാരഗ്രാഫില്. ഒരിക്കൽ അർജുനും തേരാളിയായി ശ്രീകൃഷ്ണ ഭഗവാൻ. ഓക്കെ, വായിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് അബ്ദുൽ ബാസിന് വേണ്ടി എന്ത് പറയണേ. ഖാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയാനും എന്നായിരുന്നു ഉദ്ദേശം അല്ലെ. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിന് തീ കൊളുത്തി അല്ലെ. ഇപ്പൊ കാട്ടിലാകെ തീയും പുകയും പടർന്നേർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയപ്പോ എന്താ കണ്ടത്? കാടിന് തീ പിടിച്ചത് കണ്ടു അല്ലെ. അപ്പോ അവര് വല്ലാതെ പരിഭ്രമിച്ചു. എന്തുകൊണ്ടാ പരിഭ്രമിച്ചത്? എന്തുകൊണ്ടാണ് ജരിത പരിഭ്രമിച്ചത്? എന്തുകൊണ്ടാണ് ജരിത പരിഭ്രമിച്ചത്? തീ പടർന്നതുകൊണ്ടാണ് പരിഭ്രമിച്ചത്. അത് എന്തിനാണ് പരിഭ്രമിക്കുന്നത്? അതെ, ജരിതയുടെ 4 കുഞ്ഞു മക്കൾ ഉണ്ടായിരുന്നു അല്ലെ അവിടെ. പറക്കാൻ മുറ്റാത്ത ആ മക്കളെ ഓർത്താണ് ജരിത വല്ലാതെ പരിഭ്രമിച്ചത്. അപ്പൊ മക്കളോട് പറഞ്ഞു എങ്ങനെയെങ്കിലും എലിമാളത്തിലേക്ക് നിങ്ങളെ മാറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എലി കടിച്ച് മരിക്കുന്നതിലും ഭേദം തീ പിടിച്ച് മരിക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? അതുകൊണ്ട് അമ്മ നമ്മളെ വിട്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, എവിടേക്കെങ്കിലും പറന്നു പോയിക്കോളാൻ പറഞ്ഞു അല്ലെ. അങ്ങനെ അമ്മ ഒടുവിൽ നിവർത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് വിട്ട് പറന്നകന്നു അല്ലെ. അപ്പോ അരക്ഷിതരായ ആ മക്കൾ എന്ത് ചെയ്തു? അഗ്നിദേവ ദേവുണ്ടാകണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അല്ലെ. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി അല്ലെ. ഫലമുണ്ടായില്ലേ? അതുകൊണ്ടല്ലേ അവര് ബാക്കിയായത്. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അങ്ങനെ ആ 4 കുഞ്ഞുങ്ങളെ ചുറ്റും ഒരു രക്ഷാവലയം തീർത്ത് അഗ്നിദേവൻ അവർക്ക് തീ പടരാതെ സംരക്ഷിച്ചു അല്ലെ. അതാണ് നമ്മുടെ കഥയിൽ പറഞ്ഞത്. എന്ത് ചെയ്തു? ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. എന്ത് ചെയ്തു? തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങൾ ഒരു അപകടം കൂടാതെ രക്ഷപ്പെട്ടു അല്ലെ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴാണ് ജരിത മടങ്ങിയെത്തുന്നത്. ജരിത മടങ്ങിയെത്തുമ്പോഴേക്ക് കുട്ടികളെ കണ്ട് അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ അച്ഛനും തീറ്റ അന്വേഷിച്ചു പോയ അച്ഛനും മടങ്ങിയെത്തി. അങ്ങനെ അവര് സുഖമായി ജീവിച്ചു. അതാണ് നമ്മുടെ കഥ അല്ലെ. ഓക്കെ, ഇന്ന് ആരാണ് ഫസ്റ്റിന് വായിക്കുന്നത്? എല്ലാവരും വായിക്കണം. എല്ലാരെയും വായിപ്പിക്കും മിസ്. എല്ലാവരും ഓക്കെ, ഒരാളെ വിളിക്കാം. ഓക്കെ, മിസ് ഒരാളെ വിളിക്കാം. ഓക്കെ, എല്ലാരും അൺമ്യൂട്ട് ചെയ്തേ. ഓൾ ഓഫ് യു മ്യൂട്ട് ചെയ്ത എല്ലാവരും ഒന്ന്. ഓക്കെ, മിസ് വിളിക്കൂ എല്ലാവരെയും. അബ്ദുൽ ബാസിത്ത് ഒന്ന് വായിച്ചേ. പാഠം 10 ജരിതയും മക്കളും. യമുനാ നദിയുടെ തീരത്ത് ഖാണ്ഡവം എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു. വനത്തിൽ ഒരു മരത്തിൽ മന്ദബാലൻ എന്ന ഒരു ആൺകിളിയും ജരിത എന്ന ഒരു പെൺകിളിയും കൂടു കെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളക്കാത്ത 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായി
തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി കാണ്ഡവ ഉണ്ടേലത് കാണ്ഡവ വനത്തിലെത്തി. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിന് തീ കൊളുത്തി. കാട്ടിലാകെ തീയും പടർന്നു. ഓക്കെ, നെക്സ്റ്റ് അൽനാഗസ്റ്റ്. ശ്രദ്ധിക്കണേ അബ്ദുൽ ബാസിദ്, വായിക്കുമ്പോ ശ്രദ്ധിക്കണേ. അവിടുന്ന് മുതല്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ബാലൻസ് ആയിട്ടാണ് വായിക്കാൻ പറയുക, ശ്രദ്ധിക്കണം. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാടിന് തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ട് കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തി എരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എരിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ട, എലിയുടെ കടിയേറ്റ് മരിക്കുന്നതിനും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ലില്ല, എന്റെ പൊന്നുമക്കളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല, ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. അരക്ഷിതരായ ആ കിളി കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടർത്തുന്ന തീ കണ്ട് ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയ ഉണ്ടാകണേ, ഞങ്ങൾ നിരപരാധികളാണ്, പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂടിയിരുന്ന മരത്തിന് ചുറ്റും അദൃശ്യമായി ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരു അപകടം കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജരിത തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനങ്ങൾക്ക് ഒരബദ്ധം സംഭവിച്ചില്ലെന്ന് കണ്ട് ജരിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദബാലനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. സന്തോഷം. അമ്മേ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദബാലൻ തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. നെക്സ്റ്റ് ഷെഫി. പാഠം 10. ജരിതയും മക്കളും. യമുന നദിയുടെ തീരത്ത് കാണ്ഡവം എന്ന മഹാവനം ഉണ്ടായിരുന്നു. വനത്തിൽ ഒരു മരത്തിൽ മന്ദബാലൻ എന്ന ഒരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും ഉണ്ടായിരുന്നു. കൂട് കെട്ടി പാർത്തിരുന്നു. ആ കിളി ചിറക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരളിയായ ശ്രീകൃഷ്ണനും കൂടി കാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയ ഒരു കൊട്ടാരം പണിയണം എന്നായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി
ചോദിച്ചാൽ കാടിന് തീ കൊളുത്തി. കാട്ടിലൊക്കെ തീയും പുകയും പകർന്നുയർന്നു. ഈച്ച തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാടിന് തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഈ തീയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ട, എലിയുടെ കടിയേറ്റ് മരിക്കുന്നതിലും ഭേദം തീയിൽ പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ല എന്റെ പൊന്നു മക്കളെ വിട്ടു ഞാൻ എങ്ങോട്ടും പോവില്ല. ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവർത്തിയില്ലാതെ കരൾ പിളർന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. ആരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും ആളി പടർന്നുന്ന തീ കണ്ട് ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയവു കാട്ടണേ, ഞങ്ങൾ നിരപരാധികളാണ്, പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂടിക്കുന്ന മരത്തിനു ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജരിത തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലെന്ന് കണ്ട് ജരിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മണ്ടവാളനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. ദേവാഞ്ജന, ദേവാഞ്ജന വേഗം വായിക്കണേ. യമുനാ തീരത്ത് ഗാണ്ഡവം എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു. വനത്തിൽ ഒരു മരത്തിൽ മന്ദബാലൻ എന്ന ഒരു ആൺകിളിയും ജരിത എന്ന ഒരു പെൺകിളിയും കൂടുകെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക്
മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി ഗാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിനു തീ കൊളുത്തി. കാട്ടിലെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങി എത്തിയപ്പോൾ കാട്ടിനു തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ടു കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അമ്മേ വേണ്ട, എലിയുടെ കടിയേറ്റു മരിക്കുന്നതിലും ഭേദം തീയിൽ പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഓക്കെ ദേവാഞ്ജന. ഓക്കെ, ഇനി അടുത്ത എബിൻ ബിജു. അതിന്റെ ബാലൻസ് ആയിട്ട് വായിച്ചേ. ദേവാഞ്ജന വായിച്ചതിന്റെ എബിൻ. ഇല്ലില്ല, എന്റെ പൊന്നു മക്കളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്കിനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ ഉള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. അരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടർന്നത് ഈ കണ്ട് ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയവുണ്ടാകണേ. ഞങ്ങൾ നിരപരാധികളാണ്. പാപപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണമേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂട്ടിരുന്ന മരത്തിൽ ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരു അപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജരിത തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥലത്തു പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലെന്നു കണ്ട് ജരിത അത്ഭുതപ്പെട്ടു. സന്തോഷപ്പെടുകയും ചെയ്തു. അമ്മ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു. കുഞ്ഞുങ്ങൾ പറഞ്ഞു. അച്ഛൻ മക്കളുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ചേർന്നു ജീവിച്ചു. ഫാത്തിമ മെഹ്ഫൂസ, ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. യമുന നദിയുടെ തീരത്ത് എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു.
വനത്തിൽ ഒരു മരത്തിൽ മന്ദബാലൻ എന്ന ഒരു ആൺകിളിയും ജരിത എന്ന പെൺകിളിയും കൂട്ടുകെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ അർജുനും തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി കാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാട്ടിനു തീ കൊളുത്തി. കാട്ടിലാകെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാട്ടിന് തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ട് കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തിയെരിയും മുമ്പേ നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ, വേണ്ട. എലിയുടെ കടിയേറ്റ് മരിക്കുന്നതിലും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ലില്ല, എന്റെ പൊന്നു മക്കളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല, ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ ഫാത്തിമ. നെക്സ്റ്റ് സേബ, അവിടുന്ന് അങ്ങോട്ട് വായിച്ചേ. ഫാത്തിമ നിർത്തിയെടുത്തുന്ന. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്കിനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനുള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കുഞ്ഞുങ്ങൾ നിവൃത്തിയില്ലാത്ത കരൾ പിളർന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. അരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടർന്ന തീ കണ്ട് ദുഃഖിച്ചും സങ്കടം. അഗ്നിദേവ, ദയവുണ്ടാകണേ, ഞങ്ങൾ നിരപരാധികളാണ്. പാവപ്പെട്ട ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂടിനിരുന്ന മരത്തിനു ചുറ്റും അദൃശ്യമായ നെക്സ്റ്റ് മുഹമ്മദ് നിഹാൽ. സേബ കട്ടായി. ഓക്കെ നിഹാലെ ആയില്ല, അവള് വായിക്കുന്നുണ്ട്. ഓക്കെ. ജരിത തന്റെ മക്കളെ ഓർത്ത് കേൾക്കുന്നില്ല. സേബക്ക് നെറ്റ് ക്ലിയർ അല്ല. മുഹമ്മദ് നിഹാൽ വായിച്ചോ മോനെ, ഫസ്റ്റ് മുതൽ വായിച്ചോ. കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജരിത തന്റെ മക്കളെയോർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടാക്കി സ്ഥാനത്ത് പറന്നെത്തി. കൂടുണ്ടാക്കിയ സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലെന്നു കണ്ട് ജരിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു.
അമ്മേ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു. കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദബാലൻ തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റീസ് ഉണ്ടോ? നെറ്റ് ക്ലിയർ ഉണ്ടോ? ആഗ്നസ്. ജരിതയും മക്കളും യമുന നദിയുടെ തീരത്ത് ഗാണ്ഡവ എന്നൊരു ഒരു മരത്തിൽ മന്ദബാലൻ എന്നൊരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും കൂട് കെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളയ്ക്കാതെ 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി ഗാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിനു തീ കൊളുത്തി. കാട്ടിലൊക്കെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാടിനു തീ പിടിച്ചു കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പറന്നെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ട് കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അമ്മേ, വേണ്ട. എലിയുടെ കടിയേറ്റ് മരിക്കുന്നതിനു ഭേദം തീയിൽ പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കിയ അമ്മ അപകടത്തിൽ കണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളും. ഇല്ലില്ല, എന്റെ പൊന്നു മക്കളെ വിട്ട് ഞാൻ എങ്ങും പോയില്ല. ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒരു മിനിറ്റ് മോളെ, അവളൊന്ന് വായിക്കട്ടെ. ആഷിന്റെ വീഡിയോ ഓഫാക്കി. വായിച്ചോ. ഒടുവിലൊരു നിവൃത്തിയില്ലാതെ കരൾ പിളർന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. ആ കിളിക്കുഞ്ഞുങ്ങൾ കണ്ട് ദുഃഖിച്ചു, സങ്കടപ്പെട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയ ഉണ്ടാക്കണേ. ഞങ്ങൾ നിരപരാധികളാണ്. പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. വായിക്കും. ആഷിൻ കേൾക്കുന്നുണ്ടോടാ? വായിച്ചോ. കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളി പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കിളിക്കൂടിരുന്ന മരത്തിന് ചുറ്റും അദൃശ്യമായ കേൾക്കുന്നില്ലല്ലോ മോനെ. ഓക്കെ, ആഷിക്ക് കേൾക്കുന്നില്ല. കൃപാമേരി വായിച്ചോ അവിടുന്ന് അങ്ങോട്ട്. തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. കിളിക്കുഞ്ഞുങ്ങൾ ഒരപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അണഞ്ഞു. ജരിത തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി.
തന്റെ ഓമനകൾക്ക് ഒരു ആപത്തും സംഭവിച്ചില്ലെന്ന് കണ്ട് ജരിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മേ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദബാലനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. ടീച്ചർ, ഞാൻ വായിക്കാം. ഓക്കെ, കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് ആരാ ഇപ്പം പറഞ്ഞതിനോട്? ആൻഡ്രസ്. ഓക്കെ, ആൻഡ്രസ് വായിച്ചോ. പാഠം 10. ജരിതയും മക്കളും. യമുന നദിയുടെ തീരത്ത് പാണ്ഡവം എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു. വനത്തിൽ ഒരു മരത്തിൽ മന്ദബാലൻ എന്നൊരു ആൺകിളിയും ജരിത എന്നൊരു പെൺകിളിയും കൂടുകെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും ഒരു പാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണം എന്നായിരുന്നു. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിനു തീ കൊളുത്തി. കാട്ടിലാകെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാടിന് തീ പിടിച്ചതുകൊണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കാൻ മുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ട് കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തിയെരിയുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാടത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അമ്മേ, വേണ്ട. എലിയുടെ കടിയേറ്റു മരിക്കുന്നതിനും ഭേദം തീയിൽ പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ല, എന്റെ പൊന്നുമക്കളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല, ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ളതാ. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവർത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ടു പറന്നകന്നു. അരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടരുന്ന തീ കണ്ടു ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയുണ്ടാകണേ, ഞങ്ങൾ നിരപരാധികളാണ്. പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളികൂടിയിരുന്ന മരത്തിന് ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക? നല്ലപോലെ വായിക്കണം ആ പാഠം. ഓക്കെ, ബൈ, സീ യു. ഓ, ഇടണം. ഓക്കെ, ഇട്ടിട്ടുണ്ട്, കണ്ടു. ഓക്കെ.